ഹലോ ഗൈസ്, കുറച്ച് വർത്തമാനം പറഞ്ഞാലോ. സ്ത്രീ, വിധവ, ദളിതർ, സിംഗിൾ പാരന്റ്. സമൂഹം നൽകുന്ന ചില പ്രത്യേക പരിഗണനകൾ എല്ലായ്പ്പോഴും ഈ വിഭാഗങ്ങളുടെ കൂടെയുണ്ട്. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. എന്നാൽ അനാവശ്യമായ സാഹചര്യത്തിൽ സ്ഥാനത്തും അസ്ഥാനത്തും ഇതൊരു തുറുപ്പുചീട്ടായി ഉയർത്തിക്കാണിച്ച് അതിലൊരു ബോറ് പരിപാടിയാക്കി മാറ്റുന്ന ചിലരുണ്ട്. ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത്തരം കാർഡുകൾ നിരന്തരമായി ഉപയോഗിച്ച് അതൊരു ശീലമാക്കുന്നവർക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം ബോധമുണ്ടെന്ന് എനിക്കറിയില്ല. വാവിട്ട വാക്കുകൊണ്ട് എന്ത് വിവാദത്തിലും ഇത്തരം കാർഡ് ഉപയോഗിക്കുന്ന വിനായകനെ പോലുള്ളവരെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഈ അടുത്തിടെ ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയില്, അതും ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഗെയിം ഷോയില്, ഇങ്ങനെ പല ഇരവാദ കാർഡുകളും ഒന്നിച്ചു ഉപയോഗിക്കുന്ന ഒരാളെ കാണാനിടയായി. ഇതൊക്കെ കാരണം ഉണ്ടാവുന്ന മെയിൻ പ്രശ്നം എന്താണെന്നറിയാമോ? അർഹതപ്പെട്ടവരെ ഇവിടെ ചോദ്യം ചെയ്യും. കാരണം ഈ പരിഗണനകളൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നിയ പോലെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത് യഥാർത്ഥ അവകാശികൾക്കാണ്. ഒരു വ്യക്തി ചെയ്യുന്ന മുഴുവൻ പെരുമാറ്റങ്ങളും അവർ ദളിതനായതുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ടോ ന്യായീകരിക്കാൻ സാധിക്കുമോ? അതൊന്നും പറ്റില്ല. അതിന് വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തം തന്നെ നമ്മൾ ഏറ്റെടുക്കണം. അതല്ലേ അതിൻ്റെ ഒരു ശരി.